ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ കർത്തൃദിവസത്തിൽ പ്രിയ സഭയിലേക്ക് കടന്നു വരുവാൻ അത് ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ ആയിരിക്കാൻ അവസരം ഒരുക്കുന്ന ദൈവം സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. എല്ലാ ദൈവങ്ങളോടുള്ള ക്രിസ്തുയേശുവിന്റെ നാമത്തുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. ഹബക്കൂക്ക് 3:17-18 വാക്യങ്ങൾ. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ സ്ഥിരമായി റെഫർ ചെയ്യുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. നമ്മൾ ഈ ഹബക്കൂക്കിൻ്റെ ഈ ഒരു പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ 3 അധ്യായങ്ങൾ മാത്രമുള്ള ചെറിയ ഒരു പുസ്തകമാണ്. അതിൽ വായിക്കുകയാണെങ്കിൽ നമ്മളിന്ന് സങ്കീർത്തനത്തിലൂടെ കേട്ടതുപോലെ പല ചോദ്യങ്ങളാൽ നിറഞ്ഞ ഒരു പുസ്തകമാണ്. അതിൽ ഹബക്കൂക്ക് ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നു, ദൈവം മറുപടി പറയുന്നു, വീണ്ടും ചോദ്യം ചോദിക്കുന്നു, ദൈവം മറുപടി പറയുന്നു. അങ്ങനെ ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതമായിട്ട് അല്ലെങ്കിൽ ഒരു ഭക്തൻ്റെ ജീവിതമായിട്ട് ഇത് വളരെയധികം റിലേറ്റബിൾ ആണ്. അതായത് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പല ചോദ്യങ്ങൾ വന്നേക്കാം, എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ പല കൺഫ്യൂഷൻസ് വന്നേക്കാം, എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ മറുപടി വൈകുന്നത്. അങ്ങനെ പല ചോദ്യങ്ങളും പല സംശയങ്ങളും പല കൺഫ്യൂഷൻസും വന്നേക്കാം, കയറ്റയിറക്കങ്ങൾ വന്നേക്കാം. അപ്പോൾ അതിനെ വളരെ താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെയധികം റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഹബക്കൂക്കിൻ്റെ പുസ്തകം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അതിൻ്റെ രണ്ടാമത്തെ വാക്യം, ഹൗ ലോങ് ഓ ലോർഡ് ഐ മസ്റ്റ് കോൾ ഫോർ ഹെൽപ്പ് ബട്ട് യു ഡു നോട്ട് ലിസൺ. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലും ആ ഒരു സിമിലർ ടോണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് ആസാഫ് ചോദിക്കുന്നത് അതിൻ്റെ 7ാമത്തെ വാക്യത്തിൽ, വിൽ ദ ലോർഡ് റിജക്ട് ഫോർ അവർ, ദൈവം നമ്മളെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിമിലർ ടോണാണ് നമുക്ക് കാണാൻ. എന്നാൽ ഇത് ചോദിക്കുന്നത് ദുഷ്ടത പെരുകുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ സന്ദർഭം കുറച്ച് വ്യത്യസ്തമാണ്. ദുഷ്ടത പെരുകുന്നു, എന്നാൽ എന്തുകൊണ്ട് ദൈവം അതിന് കണ്ണടയ്ക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഹോളി ആയിട്ടുള്ള അല്ലെങ്കിൽ പരിശുദ്ധനായ ദൈവം എന്തുകൊണ്ട് ഈ ദുഷ്ടതയെല്ലാം കണ്ണടച്ചിരിക്കുന്നു, എന്തുകൊണ്ട് അത് സഹിക്കുന്നു, എന്തുകൊണ്ട് പെരുകുന്ന ദുഷ്ടന്മാർക്കെതിരെ അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്ന ഇൻവേഡിങ് ആയിട്ടുള്ള മറ്റ് രാജ്യങ്ങൾക്കെതിരെ എന്തുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഹബക്കൂക്ക് 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും. അപ്പോൾ ദുഷ്ടത പെരുകുമ്പോൾ, ദുഷ്ടൻ നീതിമാനെ വിഴുങ്ങിക്കളയുമ്പോൾ ദൈവം എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലും 2-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യത്തിലും ദൈവത്തിൻ്റെ മറുപടി നമുക്ക് കാണാൻ സാധിക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിൻ്റെ മറുപടി 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ, 1:5. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. I am going to do something in your days that you would not believe even if you were told. പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുക. തീർച്ചയായും ദൈവം പ്രവർത്തിക്കും. ദൈവം എന്നേക്കും മിണ്ടാതിരിക്കുന്ന ഒരു ദൈവമല്ല. തീർച്ചയായും ദൈവം പ്രവർത്തിക്കും. തീർച്ചയായും ദൈവം ഉത്തരമല്ല. തീർച്ചയായും നമ്മളുടെ വിഷയത്തിന്മേൽ ദൈവം മറുപടി പകരും. പക്ഷേ അതിപ്പോൾ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുന്നില്ലെന്ന് കാണാൻ സാധിക്കും. അത് ഒന്നാമതായി ദൈവം നൽകുന്ന ഒരു ഉത്തരമായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വായിക്കാം 2:3. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനെ കാത്തിരിക്കുക, അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല. അപ്പൊ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന്റെ 2 മറുപടിയാണ് ഇവിടെ ചോദ്യങ്ങളുടെ മുമ്പിൽ ദൈവം ഹബക്കൂക്കിന് നൽകിയ കാണാൻ. ഒന്നാമതായി നൽകിയിരിക്കുന്നത്, ഞാൻ തീർച്ചയായും ഇതിന് മറുപടി നൽകും, നിന്റെ ദിവസങ്ങളിൽ തന്നെ ഞാൻ ഇതിന് മറുപടി നൽകും. ഞാൻ നൽകാൻ പോകുന്ന മറുപടി എന്താണ്, ഞാനിപ്പോൾ പറഞ്ഞാലും നിങ്ങൾ
വിശ്വസിക്കുകയില്ല. അതേപോലെ രണ്ടാമതായി കാണാൻ സാധിക്കും ദർശനത്തിനൊരു അവധി വെച്ചിരിക്കും. ദൈവത്തിൻ്റെ ഒരു അപ്പോയിൻറ്റഡ് ടൈം അല്ലെങ്കിൽ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു സമയം, ഒരു അവധി ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. തീർച്ചയായും ഒരു മറുപടി ദൈവത്തിൽ വരുമെന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയുടെ അനുഭവം വരുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അവസാനത്തെ നമ്മൾ വായിച്ച ആ കീ വേഴ്സിൽ നമ്മൾ വായിച്ചത്, അത്തിവൃക്ഷം തളിർക്കാതെ പോയാലും മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകാതെ പോയാലും ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോയാലും നിലങ്ങൾ ആഹാരം വിളയിക്കാതെ പോയാലും ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്നും നശിച്ചു പോയാലും ഗോശാലകൾ കന്നുകാലികൾ ഇല്ലാതെയായാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിക്കും. എന്തു തന്നെ സംഭവിച്ചാലും നമ്മൾ കേട്ടതുപോലെ സങ്കീർത്തനം നമ്മൾ കേട്ടതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. എന്നാൽ ദൈവം ചോദിക്കുന്ന പ്രാധാന്യം അർഹിക്കുന്ന വലിയ ചോദ്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഫിക്സായി കഴിയുമ്പോൾ ആ ചെറുതല്ല നമുക്ക് അത് വളരെ തുച്ഛമായി തോന്നുന്ന ഒരവസ്ഥയിലേക്ക് പോയി. എന്തു തന്നെ ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നടന്നില്ല, എന്തു തന്നെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കുന്ന പോലെ ഞാൻ ആഗ്രഹിക്കുന്നത് നടന്നില്ലെങ്കിലും ഞാൻ യഹോവയിൽ തന്നെ ഘോഷിച്ചുല്ലസിക്കും, ഞാൻ യഹോവയിൽ തന്നെ ആനന്ദിക്കും. ഹല്ലേലൂയ. ആ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് അവിടെ ആ ഭക്തൻ നയിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങളും പല ചോദ്യങ്ങളും അതിനെല്ലാം നടുവിൽ എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ യഹോവയിൽ തന്നെ ഘോഷിച്ചുല്ലസിക്കും, ഞാൻ യഹോവയിൽ തന്നെ ആനന്ദിക്കുമെന്നുള്ള ആ ഒരു നിലയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടേണ്ടതായിട്ടുള്ള നമുക്ക് ദൈവത്തിൽ കാണാൻ സാധിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരു ഭാഗത്തേക്ക് നമ്മളുടെ ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്യാം. നമുക്ക് വായിക്കാം മത്തായി സുവിശേഷം 14:22 മുതലുള്ള വാക്യങ്ങൾ. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു ഭാഗമാണ്. കർത്താവായ യേശു ക്രിസ്തു വെള്ളത്തിൻ മുകളിലൂടെ നടന്ന ആ ഒരു ഭാഗമാണ് ഇത് മറ്റു സുവിശേഷങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 24-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പടകു കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരമാലകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരെ പടകിൽ കയറ്റി മുമ്പേ അക്കരയ്ക്ക് വിട്ടു. കർത്താവ് യേശു ക്രിസ്തു കരയിലാണ് ആയിരിക്കുന്നത്. മലമേൽ വീണ്ടും പ്രാർത്ഥനയിൽ തുടരുന്ന അനുഭവം നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ തനിച്ചാണ് പടകിലായിരിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു അവരുടെ കൂടെ ഇല്ല. അപ്പോൾ കാറ്റ് അവർക്ക് പ്രതികൂലമാണ്. അവർക്ക് തുഴഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് പല നാഴിക ദൂരത്തായി നമുക്ക് കാണാൻ സാധിക്കും പടക്. അപ്പം വേറൊരു സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അത് ആ കായലിൻ്റെ നടുക്കായെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ യോഹന്നാനിൽ 3-3.5 മൈല് അകലത്തിലായിരുന്നു കാണാൻ സാധിക്കും. അപ്പോൾ പല രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ വളരെ ദൂരത്തിൽ അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ കണ്ടുപോലും എത്താത്ത അത്ര ദൂരത്തിൽ ഈ പടക് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ കാറ്റ് പ്രതികൂലമായിരുന്നു. അവർ തണ്ട് വലിച്ച് വലയുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുന്നതായി കാണാൻ സാധിക്കും. അവർക്ക് വിചാരിക്കുന്ന പോലെ തുഴയുവാനല്ല മുമ്പോട്ട് പോകാനോ കഴിയാത്ത ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് വായിക്കാം മർക്കോസ് 6:48. മർക്കോസ് കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ട് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ അവൻ കണ്ടു. അപ്പോൾ ശിഷ്യന്മാര് തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു നമ്മളുടെ പ്രശ്നങ്ങളിൽ അല്ലെ നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, കർത്താവ് ഞങ്ങളുടെ കൂടെ പടകിലില്ല, ഞാനിപ്പോൾ ഒറ്റയ്ക്കായിരിക്കുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ മുമ്പോട്ട് എന്തായി തീരുമെന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ വരുമ്പോഴും കർത്താവ് യേശു ക്രിസ്തു കരയിലാണ് ആയിരിക്കുന്നത്. എങ്കിലും അവൻ കണ്ടു. അവർ തണ്ട് വലിച്ച് വലയുന്ന ആ ഒരു അനുഭവം അവിടെ കർത്താവ് കാണുന്നതായി നമുക്ക് കാണാം. നമ്മൾ ഒരിക്കലും നമ്മളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു ബ്ലൈൻഡായി ഉള്ളൊരു ദൈവമല്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ കാണാത്തൊരു ദൈവത്തിനെയല്ല നമ്മൾ വിളിക്കുന്നത്. തീർച്ചയായും നമ്മുടെ വിഷയങ്ങളെ കാണുന്ന, നമ്മുടെ വിഷയങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. അവിടെ കർത്താവ് യേശു ക്രിസ്തു അവരുടെ ആ വിഷയങ്ങൾ കണ്ടുവെന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നു. അപ്പോൾ രാത്രിയിലെ 4-ാം യാമത്തിൽ, അപ്പോൾ വളരെയധികം സമയം കഴിഞ്ഞു, 4-ാം യാമമായി, അപ്പോൾ വളരെ വൈകി. അപ്പം 4-ാം യാമം, അതായത് ലാസ്റ്റ് അവർ അല്ലെങ്കിൽ അവസാനത്തെ ആ ഒരു യാമത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോഴേ ഇനി എങ്ങനെ ഒരു രക്ഷ വരും, അല്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള പല ചിന്തകൾ ഒരുപക്ഷെ ശിഷ്യന്മാരുടെ മനസ്സിൽ കടന്നു വന്നേക്കാം. അപ്പോൾ അവിടെ വെള്ളത്തിന് മീതെ നടന്നു വരുന്ന ആ ഒരു കർത്താവിനെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വായിച്ച ഹബക്കൂക്കിനത് കണ്ടതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർ ഒരുപക്ഷെ വിശ്വസിക്കത്തില്ല. കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയാം, നിങ്ങൾ പടകിൽ പൊയ്ക്കോ, ഞാൻ വെള്ളത്തിന് മീതെ നടന്നു വന്നേക്കാം, അതാണ് എൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർ
അവർക്ക് വിശ്വസിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും അതിനൊരു അപ്പോയിൻറ്റഡ് ടൈം വെച്ചിട്ടുണ്ട്, അതിന് ആ ദർശനത്തിൻ്റെ ഒരു അവധി വെച്ചിരിക്കുന്നുണ്ട്, ഒരു അവധി അതിന് വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് നടക്കും. നമ്മുടെ വിഷയങ്ങളുടെ മേൽ തീർച്ചയായും ദൈവത്തിൻ്റെ ആ ഒരു മറുപടി വെളിപ്പെടും. അതും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ, നമ്മൾ ചോദിക്കുന്നതിനും നിനക്കതെല്ലാം അപ്പുറമായിട്ട് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കാത്ത ആ ഒരു രീതിയിൽ ദൈവത്തിൻ്റെ വിടുതൽ അവിടെ വെളിപ്പെടും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് യോസഫിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിലും വളരെ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന ഒരു അനുഭവം നമുക്ക് ജോസഫിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രൈസ് ലോർഡ്. നമുക്ക് ഞാൻ ബാക്കിയൊന്നും വായിക്കും, നമുക്ക് വളരെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വരെ വളരെയധികം സുപരിചിതമായിട്ടുള്ളൊരു ഭാഗമാണ്. നമുക്കറിയാം ജോസഫിൻ്റെ ജീവിതത്തിൽ ജോസഫ് തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും കൂടെ ഭവനത്തിലായിരിക്കുന്നു. അപ്പോൾ ജോസഫിന് ചില ദർശനങ്ങൾ അവിടെ ജോസഫിൻ്റെ ജീവിതത്തിൽ വരുന്നതായി കാണാൻ സാധിക്കും. ചില ദർശനങ്ങൾ ജോസഫ് കാണുന്നു. ഒന്നാമതായി കണ്ടത് കറ്റകൾ അവർ വയലിലായിരിക്കുന്നു. അപ്പോൾ യോസഫിൻ്റെ കറ്റയെ മറ്റ് സഹോദരങ്ങളുടെ കറ്റ നമസ്കരിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു സ്വപ്നം കാണുന്നു. അതേപോലെ തന്നെ മറ്റ് 11 ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും കൂടെ യോസഫിനെ വണങ്ങുന്നതായിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ആ ഒരു മീനിങ് ആ സമയത്ത് യോസഫിന് മനസ്സിലാകുന്നത് തൻ്റെ സഹോദരങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെയും തൻ്റെ ഭവനത്തിൽ ഒരു മാന്യത ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഉയർച്ച ലഭിക്കാൻ പോകുന്നു. അവർ യോസഫിനെ ബഹുമാനിക്കുന്ന ഒരു ലെവലിലേക്ക് അവിടെ ഉയർത്തപ്പെടാൻ പോകുന്നത് കാണാൻ സാധിക്കുന്നു. എന്നാൽ ശരിക്കും വാസ്തവത്തിൽ എന്താണ് ജോസഫിൻ്റെ ജീവിതത്തിന് ശേഷം സംഭവിച്ചത്? ഒരു മാന്യതയൊക്കെ ലഭിക്കാൻ പോകുന്നു, ഒരു പ്രോമിസൊക്കെ കിട്ടിയിങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിലും ആ നേരെ പോയത് എവിടേക്കാണ്? പൊട്ടക്കിണറ്റിലേക്കാണ് അടുത്ത് പോയത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പം വാഗ്ദത്തങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, ഇനിയിപ്പം ഉദാഹരണത്തിന് ഇപ്പം ഒരു വാഗ്ദത്തം ലഭിക്കുകയാണ്, ഇപ്പം നീ 1-ാം നിലയിലായിരിക്കും, നിന്നെ ഞാൻ 10-ാം നിലയിലേക്ക് ഉയർത്താൻ പോകുകയാണെന്നൊരു വാഗ്ദത്തം ലഭിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും, ഓക്കെ, ഒരു വർഷം കൊണ്ട് ദൈവം എന്നെ 10-ാം നിലയിലേക്ക് ഉയർത്താൻ പോവുകയാണ്, അപ്പോൾ ഒരു മാസത്തിൽ ഒരു നില വെച്ച് ഇങ്ങനെ കയറി പോകുന്നിരിക്കും. പക്ഷേ ഇവിടെ ജോസഫിൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചത് ആ ഗ്രാഫ് ഇങ്ങനെ പൊങ്ങിയല്ല പോയത്, ഒറ്റയടിക്ക് താഴോട്ടാണ് പോയത്, പൊട്ടക്കിണറ്റിലേക്കാണ് പോയത്. അപ്പം ആ ഒരു ജോസഫിൻ്റെ ജീവിതത്തിൽ ജോസഫിൻ്റെ പ്രായമൊക്കെ പറയുന്നുണ്ട്. അപ്പം 17-ാമത്തെ വയസ്സിലാണ് അല്ലെങ്കിൽ 17-ന് ഒരു അല്പം മുമ്പായിരിക്കാം ഈ ഒരു ദർശനം ലഭിക്കുന്നത്. അതിനുശേഷം 17-ാമത്തെ വയസ്സിലാണ് ആ പൊട്ടക്കിണറിൻ്റെ അനുഭവം. അതേപോലെ തന്നെ അതിനുശേഷം വീണ്ടും അവിടെ നിന്നും താന്ന് അടിമയായിട്ടുള്ള ഒരു അനുഭവം, അല്ലെങ്കിൽ അടിമ കച്ചവടക്കാർക്ക് വിൽക്കുന്ന ഒരു അനുഭവം ജോസഫിൻ്റെ വന്നത്. അതിനുശേഷം കാരാഗ്രഹം. അങ്ങനെ വളരെ കാലം ആ ഒരു മാന്യത എക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബഹുമാനം പ്രതീക്ഷിച്ചിരുന്ന ജോസഫിൻ്റെ ജീവിതത്തിൽ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിമ, കാരാഗ്രഹം, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജോസഫിൻ്റെ ജീവിതത്തിൽ വരുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ 17-ാമത്തെ വയസ്സിൽ താൻ ഒരു അടിമയായി വിൽക്കപ്പെടുന്നു. അതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നു 30-ാമത്തെ വയസ്സിലാണ് അവിടെ ഈജിപ്തിൻ്റെ ആ ഒരു ഗവർണറായിട്ടുള്ള ആ ഒരു ഉയർച്ച ലഭിക്കുന്നത്. അപ്പോൾ നീണ്ട 13 വർഷം മേപ്പോട്ട് പോകുന്ന പ്രതീക്ഷ ഇത് നേരെ താഴേക്കാണ് ജോസഫിൻ്റെ ജീവിതത്തിൽ പോയിക്കൊണ്ടിരുന്നത്. എന്നാലും ആ ബഹുമാനം ലഭിക്കും, അല്ലെങ്കിൽ സഹോദരന്മാർക്കും, ഗവർണറായെന്ന് പറഞ്ഞാൽ അത് വേറെ രാജ്യത്തിൻ്റെ ഗവർണറാണ്. അപ്പം സഹോദരന്മാരും നടുവിൽ ഒരു ബഹുമാനം, അല്ലെങ്കിൽ സഹോദരന്മാർ വണങ്ങുന്ന ആ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ വീണ്ടും പല വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ 13 വർഷം കഴിഞ്ഞപ്പോൾ 30-ാമത്തെ വയസ്സിൽ ഈജിപ്തിൻ്റെ ഗവർണറായി തീർന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും 7 വർഷത്തെ സമൃദ്ധിയുടെ അനുഭവം, അതിനുശേഷം വീണ്ടും 7 വർഷത്തെ ക്ഷാമം, അതിൻ്റെ 2-ാമത്തെ വർഷം. അപ്പം 13ഉം 7ഉം 2ഉം മൊത്തം എത്രയായപ്പം 22 വർഷം. 22 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ആ ജോസഫ് കണ്ട ആ ഒരു പ്രോമിസ്, അല്ലെങ്കിൽ കണ്ട ആ ഒരു ദർശനം ജോസഫ് ജീവിതത്തിൽ അവിടെ നിവൃത്തിയാവുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് തീർച്ചയായും നടക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ജോസഫ് 17 വയസ്സുള്ള ഒരു ബാലനായി താൻ ആടുകളെ മേയിച്ച് തൻ്റെ അപ്പൻ്റെ ഭവനത്തിലായിരിക്കുന്ന, ഭവനത്തിലെ ഏറ്റവും ചെറിയ വ്യക്തികളിൽ ഒരാളാണ്, ഏറ്റവും ചെറിയവനാണ് ജോസഫ്. അപ്പോൾ ആ ജോസഫിൻ്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു പ്രവചനം അല്ലെങ്കിൽ ഒരു ദർശനം ലഭിക്കുകയാണ്, ഞാൻ നിന്നെ ഈജിപ്തിൻ്റെ ഗവർണർ ആക്കാൻ പോവുകയാണ്. തീർച്ചയായും വിശ്വസിക്കത്തില്ല. അപ്പം നമ്മളിപ്പോൾ ഉദാഹരണം നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഒരു ആലോചന ഇങ്ങനെ കേൾക്കുകയാണ്, നിന്നെ ഞാൻ ചൈനയുടെ വൈസ് പ്രസിഡന്റ് ആക്കാൻ പോകുന്നു എന്ന് ഒരു പ്രവചനം കേൾക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ താൻ ആയിരിക്കും ദേശത്തിനേക്കാളും സമൃദ്ധിയുള്ള വലിയ വേറൊരു നെയ്ബറിങ് കൺട്രിയുടെ സെക്കൻഡ് ഇൻ കമാൻഡ്, അല്ലെങ്കിൽ ആ രാജാവിൻ്റെ അടുത്ത ലെവലിലുള്ള വ്യക്തിയായി തീരുമെന്നുള്ളൊരു വാഗ്ദത്തം ജോസഫിനോട് നേരെ ചൊവ്വേ പറഞ്ഞിരുന്നെങ്കിലും അത് വിശ്വസിക്കില്ല. അപ്പം ദൈവം പറഞ്ഞ ആ ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടതുപോലെ പറഞ്ഞാലും വിശ്വസിക്കാത്ത രീതിയിൽ ഞാൻ തീർച്ചയായും ആ പ്രോമിസിലേക്ക് നിന്നെ എത്തിച്ചേർക്കും, എന്നാൽ അത് പറഞ്ഞാലും എന്താണ് ആ പ്രോമിസ് ഉള്ളത് പറഞ്ഞാലും വിശ്വസിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വളരെ വ്യത്യസ്തമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല ചോദ്യങ്ങളുടെ അനുഭവം, അല്ലെങ്കിൽ പല കൺഫ്യൂഷൻസ്, പല എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകൾ വന്നേക്കും. അതിൻ്റെ എല്ലാം നടുവിൽ
തീർച്ചയായും നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കും. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നടക്കും. അത് നമ്മളുടെ കാലത്ത് തന്നെ അത് നടക്കും എന്ന് നമുക്ക് വിശ്വസിച്ച് നമുക്കായിരിക്കാം. അതേപോലെ തന്നെ ദൈവം നമ്മളോട് അത് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം അതിനൊരു മറുപടി നൽകുമെന്ന് കാണാൻ സാധിക്കുന്നു. നമ്മൾ ഈ വിഷയത്തിൽ കണ്ടതുപോലെ നമ്മൾ ആദ്യം ശിഷ്യന്മാരുടെ ആ ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിച്ചു. കർത്താവ് യേശുക്രിസ്തു വെള്ളത്തിന് മീതെ നടന്നു വരുന്ന ആ ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഭാഗമാണ്. പത്രോസ് വെള്ളത്തിന് മീതെ എനിക്കും നടക്കണം എന്നുള്ള ആഗ്രഹം കർത്താവിനോട് പറയുവാനിടയായി തീർന്നു. അപ്പം കർത്താവ് യേശുക്രിസ്തു അതിനെ വെൽക്കം ചെയ്തു എന്നുള്ള പറഞ്ഞ് പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നമുക്ക് കാണുന്നത് കാറ്റ് കണ്ട് പത്രോസ് ഭയപ്പെട്ടു എന്ന്. അപ്പോൾ പത്രോസ് നടന്നു, അല്പം ദൂരം കർത്താവിൻ്റെ അടുത്തേക്ക് നടന്നു, എന്നാൽ കാറ്റ് കണ്ട് ഭയപ്പെട്ടു. അപ്പോൾ പത്രോസ് കാറ്റ് കാണാത്തൊരു വ്യക്തിയാണോ? പത്രോസ് ചെറുപ്പം മുതലേ മീൻപിടുത്തക്കാരനാണ്. കാറ്റും കടലും എല്ലാം നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. അതിനു മുമ്പും ആ കാറ്റ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ ആ പടകിൽ ആ ഒരു സന്ദർഭത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ആ പടകിൽ തന്നെ ആയിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ കാറ്റുണ്ടെന്നുള്ള കാര്യം അറിയാം. പക്ഷേ കർത്താവ് യേശുക്രിസ്തു എന്നുള്ള തൻ്റെ ആ ഒരു ഫോക്കസ് മാറിപ്പോയപ്പോൾ, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് നിന്ന് താൻ കണ്ണെടുത്തപ്പോൾ ആ കാറ്റ് കാണുവാനും ആ കാറ്റ് കണ്ട് ഭയപ്പെടുവാനും അതിൽ നിന്ന് ആ ഒരു സംശയത്തിൻ്റെ അനുഭവം പത്രോസിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ആ കാറ്റ് കണ്ട് ഭയപ്പെട്ട് മുങ്ങുവാനിടയായ ആ ഒരു അനുഭവം കാണാൻ സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ കാത്തിരിപ്പിൻ്റെ അനുഭവം വന്നേക്കാം, അല്ലെങ്കിൽ പ്രതികൂലത്തിൻ്റെ അനുഭവം വന്നേക്കാം. അവിടെ എങ്ങും ഒരിക്കലും നമ്മളുടെ ആ ഒരു ഫോക്കസ് മാറിപ്പോകാതെ നമ്മൾ ക്രിസ്തുവിൽ തന്നെ നോക്കി, കർത്താവിൽ തന്നെ ആശ്രയിച്ച്, കർത്താവിൽ തന്നെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്ന ആ ഒരു പ്രത്യാശയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം. അതേപോലെ നമ്മൾ ജോസഫിൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിലും ജോസഫിന് താൻ പ്രതീക്ഷിച്ച താൻ കണക്കൂട്ടിന് വിപരീതമായിട്ട് ഒരുപക്ഷെ ജോസഫ് ഞാനായിരുന്നു ചിന്തിച്ചേനെ, കർത്താവെ എനിക്ക് ബഹുമാനം ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നാലും മതിയായിരുന്നു, ഇതിനെക്കാട്ടി ഭേദമായിരുന്നു ഞാൻ ചിന്തിച്ചു പോയനെ. തീർച്ചയായും നമ്മൾ ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചേക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ സ്വന്തം ഭവനത്തിൽ തന്നെ ജോസഫിനായിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അങ്ങ് കാര്യങ്ങളൊക്കെ നടന്നു പോയേനല്ലോ, അടിമയായിട്ടോ അല്ലെങ്കിൽ ഒരു ജയിലിൽ കിടക്കുന്ന അനുഭവം ഒന്നും വരത്തില്ലായെന്നോ ചിന്തിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ഇത്രയും വളരെ താൻ വിചാരിച്ചതിന് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിനും വിപരീതമായിട്ടുള്ള വളരെ കഠിനമായ അനുഭവത്തിലൂടെ ജോസഫിന് കടന്നു പോകേണ്ടി വന്നെങ്കിലും അതിൻ്റെ എല്ലാം നടുവിൽ ഒരു തവണ പോലും ജോസഫ് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ, ഒരു തവണ പോലും ദൈവത്തിനോട് അനുസരണക്കേട് കാണിക്കാതെ, അല്ലെങ്കിൽ പാപത്തിലേക്ക് വീണു പോകാതെ, തൻ്റെ ജീവിതത്തിൽ പ്രലോഭിപ്പിക്കുന്ന പല അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു പോകല്ലേ, അതിൻ്റെ ഒന്നും നടുവിൽ വീണു പോകാതെ താൻ ദൈവത്തിൽ തന്നെ നോക്കി ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച്, ആ അനുസരണത്തെ മുറുകെ പിടിച്ച്, ആ ഭക്തിയെ മുറുകെ പിടിച്ച് താൻ പാപം ചെയ്യാതെ തന്നെ ആ വിശുദ്ധിയോടെ നിലനിർത്തി കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും വരുന്ന പ്രതികൂലത്തിൽ ഒരിക്കലും നമ്മൾ തളർന്നു പോകാതെ, ഒരിക്കലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അനുഭവം ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിപരീതമായിട്ടായിരിക്കും നടക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നടന്നു വരില്ല. എന്നാലും ഒരിക്കലും നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരുവാൻ ഇടയായിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് ഒരിക്കലും കർത്താവിൽ നിന്ന് മാറാതെ നമ്മൾ കർത്താവിൽ തന്നെ ഫോക്കസ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും, നമ്മൾ ഹബക്കൂക്കിൽ വായിച്ചതുപോലെ അത്തിവൃക്ഷം തളിർത്തില്ലെങ്കിലും, മുന്തിരിവള്ളിയുടെ അനുഭവം ഉണ്ടാകാതെ പോയാലും, നിലം ധാന്യം വിളയിച്ചില്ലെങ്കിലും, ആട്ടിൻകൂട്ടം നഷ്ടമായി പോയാലും, അല്ലെങ്കിൽ ഗോശാലയിൽ കന്നുകാലില്ലാതായി പോയാലും, എങ്കിലും ഞാൻ ദൈവത്തിൽ തന്നെ ഫോക്കസ് ചെയ്യും, എങ്കിലും ഞാൻ യഹോവയിൽ തന്നെ ആശ്രയിക്കും, എങ്കിലും ഞാൻ പാപം ചെയ്യാതെ അനുസരണത്തോടെ ആയിരിക്കും, എങ്കിലും ഞാൻ ദൈവഭയത്തോടെ ആയിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ച്, ആ ഒരു ഉറപ്പോടെ, ആ ഒരു പൂർണ്ണ ബോധ്യത്തോടെ ദൈവം തീർച്ചയായും നമ്മുടെ വിഷയങ്ങൾക്ക് നടുവിൽ മറുപടി നൽകുവാൻ മതിയായവനാണ്. ആ ദർശനത്തിന് വെച്ചിരിക്കുന്ന ആ അവധി ആകുമ്പോൾ, ആ അവധി തീരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അപ്പോയിൻറ്റഡ് ടൈം ആകുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നതിലും ഞാൻ നനയ്ക്കുന്നതിലും അത്യന്തപരമായ രീതിയിൽ ദൈവം മറുപടി തരുവാൻ വിശ്വസ്തനാണ്, മതിയായവനാണെന്നുള്ള ആ ഒരു പൂർണ്ണ ഉറപ്പോടെ, ബോധ്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.